ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒരു അടിപൊളി ഹെയർ ഡേ ആണത്. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കുന്നത് കാണാം. തല തേച്ച് കാണിക്കട്ടോ. അപ്പോൾ എല്ലാവരും ഇത് ചെയ്ത് നോക്കുക, അടിപൊളിയാണ്. അപ്പോൾ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ കണ്ടാലോ? ശരി. അപ്പോൾ ഇന്നത്തെ ഹെയർ ഡേ ഉണ്ടാക്കാനായിട്ട് ആദ്യം വേണ്ടത് ഇതുപോലെ ഒരു ഗ്ലാസ് വെള്ളം, ഒരു 1/4 ഗ്ലാസ് കൂടെ ഒഴിക്കുന്നുണ്ട്. ഇതൊരു 3/4 ഗ്ലാസ് ആക്കിയിട്ട് വറ്റിച്ചെടുക്കണം കേട്ടോ. ഇനി ഇതിലേക്ക് വേണ്ടതാണ് പ്രധാനമായിട്ടുള്ള ഒരു ഐറ്റമാണ് മുരിങ്ങയുടെ ഇല. മുരിങ്ങയുടെ ഇല കഴിക്കാൻ മാത്രമല്ല കേട്ടോ, ഇങ്ങനെയും ഉപയോഗിക്കാം. നമ്മുടെ മൊബൈലൊന്ന് ഇനി കണക്കൊന്നുമില്ല, ഒരു ഈ വെള്ളത്തിനനുസരിച്ച് അത്രയ്ക്ക് ഇട്ട് കൊടുക്കണ്ട കേട്ടോ. ഇനി ഇതിൽ കൂടെ അടുത്ത് എന്താണെന്നറിയോ ചേർക്കേണ്ടത്? കടുക്കുണ്ടല്ലോ, കുരുള കടുക്ക. ആ കുരു കളഞ്ഞിട്ട് അതിൻ്റെ തൊലി പൊട്ടിച്ചിട്ടാണെങ്കിൽ കുറച്ചുകൂടി നല്ലതാണ് കേട്ടോ. അതൊക്കെ കളർ വയ്ക്കാനായിട്ട് ഒരു മൈലാഞ്ചി ഉണ്ടാവും, മൈലാഞ്ചി കളർ വയ്ക്കണതാണല്ലോ, അതുപോലെയാണ് കടുക്ക. അതൊരു കളർ വയ്ക്കണ ഒരു ഐറ്റമാണ്. അതുണ്ടെങ്കിൽ അതൊരെണ്ണം പൊട്ടിച്ചിട്ട് കൊടുക്കാം. ഇതൊരു 3/4 ഗ്ലാസ് ആവുന്നേരം വറ്റിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് ചേർക്കേണ്ടതാണ് ഒരു ടീസ്പൂണ്, ഒരു 1.5 ടീസ്പൂണോളം ചായല ചേർത്ത് കൊടുക്കാം കേട്ടോ. ഈ മുരിങ്ങയുടെ ഇലയും ചായപ്പൊടിയൊക്കെ മുടിക്ക് അടിപൊളിയാണ് കേട്ടോ. മുടി ഉള്ളിൽ വയ്ക്കാനും കറക്കാനും ഒക്കെ നല്ലതാണ്. ഇതിന് 3/4 ഗ്ലാസ് ആവുന്നേരം ഒന്ന് വറ്റിച്ചെടുക്കാം. പിന്നെ ഇതിലേക്ക് ചേർക്കേണ്ട പൊടികൾ ഏതാന്ന് നോക്കാം കേട്ടോ. ഇതിലേക്ക് ഇൻഡിഗോ നീലമരിപ്പൊടി ഉണ്ടല്ലോ, കണ്ടോ? ഇത് ഏതാന്ന് വെച്ചാൽ കണ്ടോ, നിർമ്മലിൻ്റെ കണ്ടോ, നല്ല പൊടിയാണ് കേട്ടോ. നിർമ്മലിൻ്റെ നീലമരിയുടെ കാണുന്നുണ്ടല്ലേ? അല്ല, ശരിക്കും കാണിച്ചുതരാം. കണ്ടോ, നല്ല പച്ചയുണ്ട്. വില കൂടുതലിൻ്റെ പൊടികളെ അന്വേഷിച്ച് പിറകെ പോണേലും നല്ലത് ഇതാണ്, നീലമരി. അപ്പോൾ ഇതൊരു 3/4 ഗ്ലാസ് ആകുമ്പോൾ ഇറക്കാം കേട്ടോ. അതുവരെ ഒന്ന് കത്തിക്കുക. കണ്ട മൈലാഞ്ചി എന്ന് പറയാൻ കേട്ടോ, മുരിങ്ങയുടെ ഇല കണ്ട. മുരിങ്ങയുടെ ഇല എപ്പോഴും നിങ്ങൾ ചെയ്യുമ്പോൾ വെറുതെ ഒരു ചായല വെള്ളം തിളപ്പിക്കാതെ ഇതുപോലെ ഒന്ന് മുരിങ്ങയുടെ ഇല ഇട്ട് കൊടുക്കുക, അല്ലെങ്കിൽ പനിക്കൂർക്ക് ഇട്ട് കൊടുക്കുക, പിന്നെ വെറ്റിലിട്ട് കൊടുക്കാം. അതൊക്കെ മുടിക്ക് നല്ല പവറായിട്ടുള്ള ഒരു ഐറ്റമാണ് കേട്ടോ. ഈ പണ്ട് കുറച്ച് കാലം മുന്നത്തെ ആൾക്കാരെ നിങ്ങൾ നോക്കി നോക്കി, അവർക്ക് 55-60 വയസ്സാകുമ്പോൾ അവർ ഒരു വയസ്സന്മാരെ പോലെയും, ആണുങ്ങളായാലും പെണ്ണുങ്ങളായാലും. പെണ്ണുങ്ങൾക്കാണ് കൂടുതൽ പ്രശ്നം, അവരാണല്ലോ ചെറിയൊരു കാര്യത്തിന് ടെൻഷൻ അടിക്കുന്നത്. അവരെ മുടിയാണ് കൂടുതൽ പെട്ടെന്ന് നിറയ്ക്കണം തോന്നണം. പക്ഷെ ഇപ്പോഴത്തെ ഒരു കാലത്ത് നോക്കി നോക്ക്, അവർക്കധികം പ്രായം, ഒരു 55-60 വയസ്സായാലും അധികം പ്രായം തോന്നിക്കണില്ല. അത് പ്രധാനമായിട്ടുള്ളൊരു കാര്യം എന്താ വെച്ചാൽ ഈ മുടി നരയ്ക്കണതൊക്കെ അവർ കറുപ്പിക്കണതാണ്. അതാണ്. പിന്നെ അവർക്ക് അവരുടെ ശരീരം നോക്കാനറിയാം, നല്ല നല്ല ഫുഡുകൾ കഴിക്കാനറിയാം, കുറേയൊക്കെ കെമിക്കലായാലും. പിന്നെ അത്യാവശ്യം പൈസയുണ്ട് എല്ലാവരുടെ കയ്യിലും ജീവിക്കാനായിട്ട്. അപ്പോൾ കുറച്ച് ടെൻഷൻ കുറയുമ്പോഴുള്ള മുടി കൊഴിച്ചിലും മുടി നരയൊക്കെ കുറയണത്. അപ്പോൾ ഇതിന് 3/4 ഗ്ലാസോളം ആയിട്ടുണ്ട്. നമുക്കിത് ഓഫാക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് ആദ്യം ചേർക്കണതാണ് നീലമരിയുടെ പൊടി ചേർക്കാം കേട്ടോ. നമുക്ക് എത്രയാണ് ആവശ്യം എന്ന് വെച്ചാൽ അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ ഒരു 1.5 ടീസ്പൂൺ ഇട്ടിട്ടുണ്ട്. അതിൻ്റെ എന്ത് പച്ച കളറാണ് നമുക്ക് ചേർക്കണതാണ് മൈലാഞ്ചിപ്പൊടി. അത് അത്ര തന്നെ ചേർക്കുന്നുണ്ട്. ഇനി ചേർക്കുന്നതാണ് നെല്ലിക്കപ്പൊടി. നമ്മളേ ഇതുപോലെ ചായല വെള്ളം വയ്ക്കുമല്ലോ, അപ്പോൾ അതിൽ ഒരു ചെറുനാരങ്ങ നമ്മൾ പിഴിഞ്ഞതിൻ്റെ ബാക്കി ചെറുനാരങ്ങ ഉണ്ടെങ്കിൽ അത് അതിലിട്ട് തിളപ്പിക്കുന്നത് നല്ലതാണ്. മുടിയുടെ താരനൊക്കെ വരാതെ നോക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് ഈ വെള്ളം ഉണ്ടല്ലോ അതിട്ടിട്ട് നല്ലോണം മിക്സാക്കി കൊടുക്കാം. ഞാൻ ഈ ടീസ്പൂൺ എടുത്തിരുന്ന ഇത് ഭയങ്കര സൗണ്ട് കേൾക്കുമെന്ന് വെച്ചിട്ട് നമുക്ക് ഈ ടീസ്പൂൺ എടുക്കാം കേട്ടോ. ഇത് അരമണിക്കൂറോ 1 മണിക്കൂറോ വെച്ചതിന് ശേഷം തേക്കണം മൈലാഞ്ചി ആണല്ലോ.
നല്ലോണം അതൊന്ന് മിക്സ് ആക്കി കൊടുക്കാം കേട്ടോ. അപ്പോൾ മുന്നത്തെ വീഡിയോ ഇട്ടിട്ട് അത് ചിലർക്ക് താല്പര്യമില്ല, അപ്പോൾ അങ്ങനത്തെ ആൾക്കാർക്കൊക്കെ ഇത് ഉപയോഗിക്കാം. മുന്നത്തെ വീഡിയോയിൽ ഇപ്പോൾ കടുകും കരിഞ്ചീരകമാണല്ലോ, അത് മുടിക്കൊക്കെ ബെസ്റ്റ് തന്നെയാണ്. കേൾക്കാൻ പറ്റില്ല. എത്രയാണോ നമ്മൾ ഒലിച്ച് വരരുത് അതുപോലെ മിക്സാക്കി കൊടുക്കാം. മിക്സാക്കിയിട്ട് കാണിക്കട്ടോ. അതാ മിക്സാക്കി കൊണ്ടുവന്നിട്ടുണ്ട് കണ്ടോ. ഒലിച്ച് പോവാൻ പാടില്ല, അതുപോലെ മിക്സാക്കണം കേട്ടോ. ഇനി ഇത് ഒരു അരമണിക്കൂർ വെച്ചിട്ട് ശേഷം തേക്കാം. എന്നിട്ട് പിന്നെ ഒരു 3/4 മണിക്കൂർ 1 മണിക്കൂറായിട്ട് കഴുകി കളഞ്ഞാലും മതി. ഇപ്പോൾ ഒരാഴ്ചയിൽ ഇപ്പം മഴ പെയ്യുമ്പോൾ എന്താണെന്നറിയില്ല, ചിലവർക്കൊക്കെ എന്താ സംഭവിക്കാമെന്നറിയില്ല. മുടിയിൽ തേച്ചാൽ ആഴ്ചയിൽ 2 വട്ടം തേക്കുന്നതാണ് എപ്പോഴും നല്ലത്. കണ്ടോ. അപ്പോൾ ഇത് ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് തല തേക്കട്ടോ. അപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടമായ ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പം മുരിങ്ങയുടെ എന്തായാലും നമ്മൾ കഴിക്കണ പോലെ തന്നെ ഗുണം നമ്മുടെ മുടിക്കും കിട്ടും. പെട്ടെന്ന് മുടി നരയ്ക്കാതിരിക്കാനും ഒക്കെ നല്ലതാണ് മുരിങ്ങയുടെ ഇല. അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പുതിയ വീഡിയോ